നമസ്കാരം. വെഞ്ഞാറമൂട് കൊലക്കേസ് പ്രതി അഫാനെ ജയിലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. അന്വേഷണത്തിന്റെ ഭാഗമായി തെളിവെടുപ്പിനടക്കം ഇനിയും കൊണ്ടുപോകേണ്ടതുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അധികം താമസിയാതെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും. ഇതിനിടെ പ്രതിയുടെ മനോനില പരിശോധിക്കാനും പോലീസ് ഒരുങ്ങുന്നുണ്ട്. പ്രതിയെ പൂജപ്പുര സെൻട്രൽ ജയിലിലെ പ്രത്യേക നിരീക്ഷണ സെല്ലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അഫാന്റെ മനോനിലയുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയതിനു ശേഷമേ കസ്റ്റഡിയിലേക്ക് വാങ്ങുകയുള്ളൂ എന്നും പോലീസ് അറിയിച്ചു. അമ്മ മരിച്ചുവെന്ന് കരുതിയാണ് മറ്റുള്ളവരെ താൻ കൊന്നതെന്നും ബന്ധുക്കൾ സ്ഥിരമായി ആക്ഷേപിച്ചിരുന്നുവെന്നും താനും മരിക്കുമെന്നും അഫാൻ അന്വേഷണ സംഘത്തിനോട് പറഞ്ഞു. ഇതിന് പിന്നാലെ അഫാന് വൻ സുരക്ഷയാണ് ഉദ്യോഗസ്ഥർ ഒരുക്കിയിരിക്കുന്നത്. പൂജപ്പുര ജയിലിലേക്ക് മാറ്റിയ അഫാനെതിരെ 3 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അഫാനൊപ്പം സെല്ലിൽ മറ്റൊരു തടവുകാരനുമുണ്ട്. സദാ നിരീക്ഷണമാണ് പോലീസ് ഒരുക്കുന്നത്. പിതൃമാതാവ് സൽമ ബീവി, അനുജൻ അഫ്സാൻ, കാമുകി ഫർസാന എന്നിവരെ കൊലപ്പെടുത്തിയതിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 24-നായിരുന്നു അഫാൻ കൂട്ടക്കൊലപാതകം നടത്തിയത്. പിതൃമാതാവ് സൽമ ബീവിക്ക് പുറമെ പിതൃ സഹോദരൻ ലത്തീഫ്, അമ്മ, സഹോദരൻ അഫ്സാൻ, പെൺ സുഹൃത്ത് ഫർസാന എന്നിവരെയായിരുന്നു അഫാൻ കൊലപ്പെടുത്തിയത്. രാവിലെ 10-നും 6-നും ഇടയിലായിരുന്നു 5 കൊലപാതകങ്ങൾ നടത്തിയത്. ഇതിന് പിന്നാലെ അഫാൻ വെഞ്ഞാറമൂട് പ്രതി സ്വയം പോലീസിൽ പോയി കീഴടങ്ങുകയായിരുന്നു. എലിവിഷം കഴിച്ചു എന്ന വെളിപ്പെടുത്തൽ അടിസ്ഥാനത്തിൽ അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്നാണ് കൂട്ടക്കൊല നടത്തിയതെന്ന് അഫാൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ തന്നെ സാധിക്കാതെ വന്നപ്പോൾ കുടുംബം ഒന്നായി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നുവെന്നും ഉമ്മയ്ക്കും സഹോദരനുമൊപ്പം താനും ജീവനെടുക്കുകയായിരുന്നുവെന്നും പദ്ധതിയെന്നും പ്രതി അന്വേഷണ സംഘത്തിനോട് പറഞ്ഞു. എന്നാൽ ആത്മഹത്യ ചെയ്യുമ്പോൾ എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന ആശങ്കയുണ്ടായി. ഇതോടെ എല്ലാവരെയും കൊല്ലാമെന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു പ്രതി അന്വേഷണ സംഘത്തോട് പറഞ്ഞു. അതേസമയം അഫാൻ 2 പേരെ കൂടി കൊല്ലാൻ പദ്ധതി ഇട്ടിരുന്നുവെന്ന് പോലീസിനോട് പറഞ്ഞതായി മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തട്ടത്തുമലയിൽ താമസിക്കുന്ന ഉറ്റ ബന്ധുക്കളായ അമ്മയെയും മകളെയുമാണ് കൊല്ലാൻ പദ്ധതി ഇട്ടതെന്ന് അഫാൻ മൊഴിയിൽ പറഞ്ഞു. വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിൽ പ്രതി അഫാന്റെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. കൊല്ലുന്നതിന് മുൻപ് കാമുകിയോടും അനുജനോടും കൊലപാതകങ്ങൾ ചെയ്തതായി പറഞ്ഞിരുന്നുവെന്നും അഫാൻ പറഞ്ഞിരുന്നു. എന്നാൽ താനും മരിക്കുമെന്ന് അഫാൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതിനെ തുടർന്ന് അഫാൻ ജയിലിലേക്ക് പ്രത്യേക നിരീക്ഷണത്തിലാക്കുകയായിരുന്നു. കുടുംബത്തിന് വലിയ കടബാധ്യത ഉണ്ടായിരുന്നില്ലെന്നാണ് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം ആവർത്തിച്ച് പറയുന്നത്. മറികടക്കാവുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നുവെന്നും അദ്ദേഹം സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെ കുറിച്ച് അറിവില്ലെന്നും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകി. ഭാര്യ ഷമീനയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്നും നേരത്തെ കണ്ടതിനേക്കാൾ വ്യത്യാസം കാണുന്നുണ്ടെന്നും റഹീം പറഞ്ഞു. വീട്ടിലുണ്ടായ സംഭവങ്ങളെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെന്നും എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കണമെന്നുമാണ് അബ്ദുൾ റഹീം ആവശ്യപ്പെട്ടത്.